കലോത്സവ നഗരിയിലെ ഭാവഭേദങ്ങൾ ഒപ്പിയെടുത്ത് കുട്ടിത്താരങ്ങൾ. ലിറ്റിൽ കൈറ്റിലെ വിദ്യാർത്ഥികളാണ് വിശേഷങ്ങൾ ചിത്രീകരിക്കുന്നത്. നോക്കാം ഇവരുടെ കലോത്സവ അനുഭവങ്ങൾ. കലോത്സവ വേദിയിൽ റിപ്പോർട്ടിങ്ങിനിടെയാണ് ഈ കുട്ടി ഫോട്ടോഗ്രാഫർമാരെ കണ്ടുമുട്ടിയത്. അവരോട് തന്നെ ചോദിച്ചറിയാം, ഈ കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ലിറ്റിൽ കൈറ്റ്സിൻ്റെ വിദ്യാർത്ഥികളാണ്, ഫോട്ടോഗ്രാഫർമാരാണ്. കലോത്സവ നഗരിയിൽ എന്താണ് നിങ്ങൾ പ്രധാനമായും ചെയ്യുന്നത്? ഞങ്ങളൊക്കെ ഈ കലോത്സവത്തിന് വരുന്ന ആൾക്കാരുടെ ഇമോഷൻസ് പകർത്താനാണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും അതൊക്കെയാണ് ഞങ്ങൾ പകർത്തുന്നത്. ഈ ഫോട്ടോ കുട്ടികൾ ഈ ക്യാമറയൊക്കെ എടുത്തു വരുമ്പോൾ ആളുകൾ എന്താണ് പ്രത്യേകിച്ച് ചോദിക്കുന്നത്? ആളുകൾ പ്രത്യേകിച്ച് എന്തിനെ കുറിച്ചാണ് എടുക്കണേ, പിന്നെ കലോത്സവത്തിൻ്റെ സ്റ്റേജുകളൊക്കെ എടുക്കാനൊക്കെ പറയും. അവർ ഞങ്ങളെ ഭയങ്കരമായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫിയിലൂടെ. അതെ, ഈ ആളുകൾ ഫോട്ടോസൊക്കെ അയച്ചു തരാൻ വേണ്ടി പറയാറില്ലേ? ചിലവരൊക്കെ. അതെ, ഏറ്റവും രസകരമായി തോന്നിയ ഒരു അനുഭവം എന്താണ്? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഫോട്ടോ എടുക്കുന്നതിനിടയിൽ? ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു അങ്കിളിനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ സ്റ്റേജിലായപ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഞങ്ങൾ പോയ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞു. ആളുടെ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോ ക്യാമറയും തന്നിട്ട് ഞങ്ങളോട് ആ ക്യാമറയിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല അനുഭവമായിരുന്നു. പിന്നെ ഈ ക്യാമറയിലും ആൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു ഞങ്ങൾക്ക്. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കുറേ പറഞ്ഞു തരികയും അങ്ങനെ ഞങ്ങൾ കുറേ എടുക്കുകയും ചെയ്തു. ഈ കലോത്സവത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണ്? ഈ വരുന്ന ആളുകളുടെ മുഖത്ത് ആകാംക്ഷയാണോ, സന്തോഷമാണോ, പരിഭ്രമമാണോ, എന്ത് ഭാവങ്ങളാണ് കൂടുതലുള്ളത്? സന്തോഷവും ഒരു ആകാംക്ഷയാണുള്ളത്. പിന്നെ ഈ സ്റ്റേജിൽ കയറാൻ അവർ നിൽക്കുമ്പോൾ അവരുടെ ഇമോഷൻസും അതൊക്കെ നല്ല രസമായിരുന്നു. ചിലവർക്ക് വിഷമം, ചിലവർക്ക് ഒരു സന്തോഷം, പേടി, അതൊക്കെയായിരുന്നു സ്റ്റേജിൽ കയറാൻ നിൽക്കണ ആൾക്കാരുടെയൊക്കെ ഒരു ഇമോഷൻസ്. ക്യാമറ എടുക്കുമ്പോൾ നമ്മൾ പല ഫ്രെയിമുകളാണല്ലോ വെക്കുന്നത്. ഈ ഫ്രെയിമുകളൊക്കെ വെക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ക്യാമറ എടുക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? പ്രത്യേകമായി എന്തെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ 9 ഗ്രിഡാണുള്ളത്. അപ്പോൾ അതിലത്തെ ഗ്രിഡുകളുടെ ഡോട്ടുകളിൽ നമ്മുടെ ആൾക്കാരുടെ ചിഹ്നത്ത് അതിൽ ക്രോസായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നല്ലൊരു ഫോട്ടോ കിട്ടാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ തന്നെ ഒരു പ്രൊഫഷണലായി കഴിഞ്ഞു അല്ലേ? അങ്ങനെ പറയാം. അതൊരു മികച്ചൊരു അവസരമാണ് അല്ലേ? അതെ അതെ. ഞങ്ങൾക്ക് സ്റ്റേറ്റ് കലോത്സവം വന്നപ്പോൾ ടീച്ചർമാർ നിങ്ങളുടെ ഇത് കണ്ടില്ലേ, ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഇപ്പോൾ ഫുഡ് കഴിക്കാനായാലും ആൾക്കാർ ഞങ്ങളുടെ തന്നെ സൈഡിൽ കൂടെ ഒക്കെ കടത്തി വിട്ടു. ബാക്കി എല്ലാവരും ക്യൂ നിന്ന് കയറുമ്പോൾ ടീച്ചർ ചോദിച്ചു, കണ്ടില്ലേ ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഒരു ഗാംഭീര്യം, അതേപോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഈ കലോത്സവ വേദിയിൽ ഗാംഭീര്യമാകുകയാണ് ലിറ്റിൽ കൈറ്റ്സിൻ്റെ ഈ ഫോട്ടോഗ്രാഫർമാർ, കുട്ടി ഫോട്ടോഗ്രാഫർമാർ. ഈ ഭാവങ്ങൾ, മിന്നിമാറുന്ന ഭാവങ്ങൾ ഓരോന്നോരോന്നായി ക്യാമറയിൽ ഒപ്പിയെടുക്കുകയും അത് ലോകത്തെ മുഴുവൻ കാണിച്ചു നൽകുകയുമാണ് ഈ കുട്ടിക്കുരുന്നുകൾ.